അതിവേഗ റെയിൽ പദ്ധതിയിൽ കേരളവും പരിഗണനയിൽ എന്ന പ്രതീക്ഷയിലായിരുന്നു സംസ്ഥാന സർക്കാർ ഉണ്ടായിരുന്നത്. RRTSുമായി സംസ്ഥാന സർക്കാരും അതിവേഗ റെയിലുമായി ശ്രീധരനും മുന്നോട്ടു പോകുന്നതിനിടെ വന്ന ബജറ്റിൽ പ്രഖ്യാപിച്ച അതിവേഗ റെയിൽ കോറിഡോറിൽ പക്ഷേ കേരളത്തിന് ഇടമില്ല. അതിവേഗ റെയിൽ പദ്ധതിയിൽ കേന്ദ്രം പറഞ്ഞു പറ്റിച്ചോ എന്ന ചോദ്യത്തോട് പ്രേക്ഷകരുടെ പ്രതികരണം കാണാം. കോഴിക്കോട് നിന്ന് ദിലിഷ തിലകൻ ചേരും. ബംഗളൂരു, ചെന്നൈ ഉൾപ്പെടെ 7 അതിവേഗ റെയിൽവേ പദ്ധതികളാണ് കേന്ദ്ര ബജറ്റിൽ നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. എന്നാൽ കേരളത്തിന് പൂർണ്ണ അവഗണന മാത്രം. അതിവേഗ റെയിൽവേയിൽ കേന്ദ്രം കേരളത്തെ പറഞ്ഞു പറ്റിച്ചോ? ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. ജനങ്ങൾക്ക് എന്താ ഉപകാരമുള്ളത്? കേന്ദ്രത്തിന് ഉപകാരം ഉണ്ടത്. ഇതെല്ലാം വിറ്റ് തീർന്നില്ലേ? ഇതിനെന്ത് ഉപകാരം അതിനകത്ത് കൊടുക്കാനുള്ളത്? നിങ്ങൾക്ക് എല്ലാം വിറ്റ് തീർന്നില്ലേ? നമുക്കുള്ളത് എന്താ പറയുക, എന്ത് പറയൂ. കേരളത്തിന് മൊത്തം വാഗ്ദാനങ്ങൾ മാത്രമേ അല്ലേ ഇപ്പോൾ നിലവിലുള്ളൂ. അതുകൊണ്ടായിരിക്കും അവഗണന. കേരളത്തിനോട് കേന്ദ്രത്തിന് മൊത്തം അവഗണനയാണല്ലോ. കിട്ടുന്ന പ്രതീക്ഷയുണ്ടോ ഭാവിയിൽ ഏതെങ്കിലും ബജറ്റിൽ? ഒരിക്കലില്ല, ഉറപ്പില്ല. കേന്ദ്രത്തിന്റെ 10ാമത്തെ ബജറ്റോ 12ാമത്തെ ബജറ്റിലാണ് അവതരിപ്പിച്ചത്. അത് ഇതുവരെ കേരളത്തെ അപമാനിച്ചിട്ടുള്ളൂ. കേരളം തരാ എന്ന് പറയും, പക്ഷേ കേരളത്തിലെ MP-മാർ നമ്മുടെ കേരളത്തിന് വേണ്ട അവകാശങ്ങൾ വാങ്ങിയെടുക്കാൻ വളരെ പിന്നോട്ടേക്കാണുള്ളത്. റെയിൽവേ തീർച്ചയായിട്ടും കേരളയിൽ വരണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോഴും പറ്റിക്കൽ തന്നെയല്ലേ? നമുക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും നികുതി എല്ലാം നമുക്ക് തടഞ്ഞു വെക്കുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയം. അപ്പോൾ ഇവർ പറയുന്നതൊന്നും നടക്കൂല. വെറുതെ എന്താണ് ഇവർക്ക് വെറുതെ ഒരു കള്ളപൂശലാണ്. ശ്രീധരൻ മുന്നോട്ട് വെച്ച അതിവേഗ ഇടനാഴി സംബന്ധിച്ച പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല. കടുത്ത നിരാശയിൽ തന്നെയാണ് ജനങ്ങളും. അതീന്ദ്രജിത്തുവിനോടൊപ്പം ദിലിഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.